ഖുർആൻ അതിന്റെ ലിപിയല്ലാതെ മറ്റൊന്നും ബാക്കിയാവില്ല. ഖുർആനിന്റെ ആശയം, ഖുർആനിക ജീവിതം മനുഷ്യ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന കാലം വരാറുണ്ട്. ആ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത മസാജിദുഹും ആമിറ, ആ ജനത അള്ളാഹുവിന്റെ പള്ളികൾ നന്നായി പരിപാലിക്കുന്നവരായിരിക്കും. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, ആ പള്ളികൾ ഹിദായത്തിനെ തൊട്ട് ശൂന്യമായിരിക്കും. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാം പേരിലൊതുങ്ങുന്ന, ഖുർആൻ ലിപിയിലൊതുങ്ങുന്ന പള്ളികൾ അല്ലാഹുവിന്റെ ഹിദായത്തിനെ തൊട്ട് ഖറാബാകുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ, ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ, അവർക്കിടയിലെ ഉലമാക്കന്മാർ, പണ്ഡിതന്മാർ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, തഖ്റുജു ഇൻദഹുൽ ഫിത്ന വഫീഹിം തഊദു, എല്ലാ ഫിത്നകളും പുറപ്പെടുന്നത് അവരിൽ നിന്നായിരിക്കും, പണ്ഡിതന്മാരിൽ നിന്നായിരിക്കും, അവരിലേക്ക് തന്നെ അത് മടക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഇസ്ലാം നാമത്തിൽ മാത്രം സ്വീകരിക്കുകയും ഖുർആൻ ലിപിയിൽ മാത്രം ഉൾക്കൊള്ളുകയും പള്ളികൾ ഹിദായത്തിനെ തൊട്ട് ഖറാബാവുകയും പണ്ഡിതന്മാർ ആകാശത്തിന് ചുവട്ടിലെ നികൃഷ്ട ജീവികളായി തീരുകയും ചെയ്യുന്ന ഒരു കാലം വരാറുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ട്. മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻവച്ചുമെന്നാണ്. അത് കേട്ടപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി ഞങ്ങൾ പിൻവച്ചുമെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ഞങ്ങൾക്ക് മുമ്പുള്ളവർ എന്നതുകൊണ്ടങ്ങ് ഉദ്ദേശിച്ചത് അൽ യഹൂദ വൻ നസാറ, യഹൂദ ക്രൈസ്തവരെ ഞങ്ങൾ പിൻവച്ചുമെന്നാണോ? ആ സമയത്ത് റസൂലുള്ളാഹി അവരോട് തിരിച്ചു ചോദിച്ചു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ യഹൂദി നസറാക്കളുടെ മാർഗം നിങ്ങൾ പിന്തുടരും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ 7320 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമുദായം, ആ സമുദായത്തിലെ ഒരു വിഭാഗം യഹൂദ ക്രൈസ്തവരെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻവച്ചുന്നൊരു അവസ്ഥ വരാനുണ്ട് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ജ്യോത്സ്യന്മാര് കണക്കുകൂട്ടി പറയുന്നത് പോലെയോ അതല്ലെങ്കിൽ മഷി നോക്കി വിശദീകരിക്കുന്നത് പോലെയോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, വ്യക്തമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുക. മതപരമായ കാര്യങ്ങളൊന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടം സംസാരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. എങ്കിൽ ഞാനും നിങ്ങളിലൂടെ ഒന്ന് പരിശോധിക്കണം പ്രവാചകന്റെ ഈ പ്രവചനം. യഹൂദ ക്രൈസ്തവരെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നൊരവസ്ഥ മുസ്ലിം സമുദായത്തിലുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുമ്പോൾ എന്തായിരുന്നു യഹൂദികളുടെ അവസ്ഥ, എന്തായിരുന്നു നസാറാക്കളുടെ അവസ്ഥ? വളരെ വ്യക്തമായി ഖുർആൻ സൂറത്ത് ജുമാ 5-ാം സൂക്തത്തിൽ അല്ലാഹു വിശദീകരിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത് യഹൂദികളെ കുറിച്ചാണ്. യഹൂദികളുടെ പ്രത്യേകത, അവരുടെ സ്വഭാവം അല്ലാഹുവോട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. مثل الذين حملوا التوراة, തൗറാത്ത് ചുമക്കുന്ന, തൗറാത്ത് വഹിക്കുന്ന യഹൂദികളുടെ ഉപമ كمثل الحمار, കഴുതയുടെ ഉപമയാണ്. എങ്ങനെയുള്ള കഴുത? യഹ്മിലു അസ്ഫാറാ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതയുടെ ഉപമയാണ് തൗറാത്ത് നൽകപ്പെട്ട യഹൂദികളുടെ ഉപമ. തുടർന്നുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുന്നത്, അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കിയവരുടെ ഉപമ ഉദാഹരണം എത്രമാത്രം മോശമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ഒരു വിഭാഗത്തെ, ഒരു ജനതയെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ പരാമർശം വളരെ വ്യക്തമാണ്.
തൗറാത്ത് നൽകപ്പെട്ട യഹൂദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദഗ്രന്ഥമായി പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ അകന്നുപോയി. ആ വേദഗ്രന്ഥം പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ മനനം ചെയ്യുവാനോ ഉൾക്കൊള്ളുവാനോ ജീവിതത്തിൽ പകർത്തുവാനോ അവർ തയ്യാറായില്ല. ആ രൂപത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നകന്ന് അവസാനം എത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ വേദം ചുമക്കുന്ന കഴുതയ്ക്ക് സമാനമായി തീർന്നു അവരെന്ന് ഖുർആൻ പറയുകയാണ്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെക്കുറിച്ച് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, എന്റെ ഉമ്മത്ത് യഹൂദ നസറാക്കളെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻവച്ചുമെന്നാണ്. എങ്കിൽ ഞാനും നിങ്ങളും ആലോചിക്കണം, ഈ വിഷയത്തിൽ യഹൂദ നസറാക്കളെ പിൻവച്ചുന്ന അവസ്ഥ നമുക്കുണ്ടായോ? യഹൂദികൾക്ക് അല്ലാഹു വേദഗ്രന്ഥമായി തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തതുപോലെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു അവതരിപ്പിച്ചെന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം മറ്റൊന്നുമല്ല, വ്യത്യാസമല്ല, വ്യത്യാസപ്പെട്ടിട്ടില്ല യഹൂദനിൽ നിന്ന്. വേദം നമ്മൾ ചുമക്കുന്നുണ്ട്, വഹിക്കുന്നുണ്ട്, പക്ഷേ കഴുത ചുമക്കുന്നത് പോലെയാണെന്ന് മാത്രം. എന്താണ് അതിലുള്ളത് എന്നറിയില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, കൃത്യമായി പാരായണം ചെയ്യാൻ പോലും അറിയാത്തൊരവസ്ഥ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും സംഭവിച്ചിരിക്കുന്നു. എങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ ആലോചിക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് പ്രവാചകന്റെ പ്രവചനം പുലരുന്നൊരു സമുദായമായി ഈ സമുദായം മാറുന്നൊരവസ്ഥയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ചതിൽ ഏതെങ്കിലും ഘടകം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഘടകം ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിന് മുസ്ലിം സമുദായത്തിന്റെ ഈ പതനത്തിന് കാരണമായിട്ടുണ്ടോ? അന്വേഷിക്കണം, പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും, ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പൊതുജനങ്ങൾ പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല, അറിയേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല എന്നൊരു ധാരണ വളരെ ശക്തമായി ഈ സമുദായത്തിനിടയിൽ പ്രചരിപ്പിച്ചിരുന്നു. ആ വിഷയം പറയാനും പഠിപ്പിക്കാനും വേണ്ടി മാത്രം ഒരു പുസ്തകം ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 1982 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം എഴുതിയത് ഇ കെ ഹസൻ മുസ്ലിയാരാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇ കെ ഹസൻ മുസ്ലിയാരാൽ വിരചിതമായ തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 16ാമത്തെ പേജിൽ ഒരു ഹെഡിംഗ് ഉണ്ട്. എന്താണ് ആ ഹെഡിംഗ്? ഖുർആനിന്റെ അർത്ഥവും പൊതുജനങ്ങളുമായുള്ള ബന്ധവും എന്നാണ്. ആ ഹെഡിങ്ങിന് കീഴെ എഴുതി വെച്ചത് എന്താണെന്നറിയുമോ? ഖുർആനിന്റെ അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല, ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. കാരണം നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്തുമില്ല എന്ന് തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 16ാമത്തെ പേജിൽ എഴുതി വെച്ചു. നമ്മൾ ആലോചിക്കണം, നിർബന്ധമായും ഒരു വിശ്വാസി പാരായണം ചെയ്യേണ്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ അർത്ഥം പോലും പൊതുജനങ്ങൾ പഠിക്കേണ്ടതില്ല, നിർബന്ധമില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് പോലും ഇല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന്, മനസ്സിലാക്കുന്നതിൽ നിന്ന് പൊതുജനങ്ങളെ അകറ്റി. അവസാനം ഖുർആനിൽ നിന്ന്, വേദഗ്രന്ഥത്തിൽ നിന്ന് അകന്ന് യഹൂദികളെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി ആ വിഷയത്തിൽ പിൻപറ്റുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും മാറുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ സാധാരണക്കാരൻ പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ ആദ്യമായി അള്ളാഹു അവതരിപ്പിച്ചതിന് നിരക്ഷരരായ എഴുത്തും വായനയും അറിയാത്തൊരു സമുദായത്തിലേക്കായിരുന്നുവെന്ന് ഖുർആൻ ശക്തിയുക്തം പറഞ്ഞിട്ടുള്ളതാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ സംബന്ധിച്ചും ദൗത്യത്തെ സംബന്ധിച്ചും വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ ജുമുഅയിലെ 2ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഖുർആൻ പറയുകയാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyീന റസൂലൻ മിൻഹും, ഉമ്മിയുകളായ നിരക്ഷരരായ ഒരു സമൂഹത്തിൽ, ഒരു സമുദായത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചയച്ചവനാണ് അള്ളാഹു. എന്നിട്ട് ആ പ്രവാചകൻ എന്താ നിർവഹിച്ചത്? ഉമ്മിയുകളായ നിരക്ഷരരായ എഴുത്തും വായനയും അറിയാത്ത ആ സമുദായത്തോട്, ആ സമുദായത്തിന്റെ പ്രവാചകൻ ആദ്യമായി പറഞ്ഞുകൊടുത്തു എന്ന് യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്തു. വയുഅല്ലിം